46 കൊല്ലമായി തൃശ്ശൂർ പൂരത്തിന്റെ മേളക്കാരനാണ് പെരുവനം കുട്ടന്മാരാർ. മേളപ്രമാണിയായിട്ടും അതുപോലെ കൂട്ടുകാരനുമായിട്ടും ഒക്കെ തന്നെ പൂരപ്പറമ്പിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അവസാനിക്കുന്നില്ല. ഇത്തവണയും മേളം ആസ്വദിക്കാൻ പൂരപ്പറമ്പിൽ ഉണ്ടാകുമെന്ന് പെരുവനം പറയുന്നു. നീൽ പ്രവീൺ സാറൊക്കെ റിപ്പോർട്ട്. ആകെ 46 പൂരങ്ങൾ, 24 തവണ മേളപ്രമാണി, 22 തവണ ഒപ്പം സഹപ്രമാണിയായി. പൂരം അനുഭവങ്ങൾ ഇത്രയേറെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാൾ പെരുവനം കുട്ടന്മാരാരെ പോലെ മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന സംശയമാണ്. അദ്ദേഹം ഈ പൂരനാളുകളിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങേക്ക് അവിടെ പൂരം ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ അത് കാണാൻ പറ്റുമോ? ഞാൻ വീട്ടിലിരിക്കാറില്ല. പൂരത്തിന് സമൂഹത്തിന്റെ ഇടയിൽ ഞാനും ഉണ്ടാവും. പൂരത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ. മേളപ്രേമികളായാലും പൂരപ്രേമികളായാലും വെടിക്കെട്ട് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും തൃശ്ശൂരിലേക്ക് ശ്രദ്ധ വരുമ്പോൾ നമ്മൾ തൃശ്ശൂർ ഇല്ലാതിരിക്കാൻ ഒരു തൃശ്ശൂർക്കാരന് പറ്റില്ല. 46 വർഷം അവിടുത്തെ മേളത്തിനെത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പൊ ആളുകൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആ മേളം ഒന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എത്ര മണിക്കൂറുകൾ നീണ്ടാലും എത്ര ചൂടുണ്ടായാലും ആളുകൾ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് അത് കണ്ടു നിൽക്കും. ഈ കൊട്ടുന്ന സമയങ്ങളിൽ അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്, എന്നാലും അങ്ങയുടെ ഓർമ്മയിൽ ഇപ്പൊ നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ചോദിച്ചാൽ അങ്ങ് എന്തായിരിക്കും പറയുക? എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ 5 പ്രമാണിമാരുടെ കൂടെ അവിടെ മേളം കുട്ടിയുണ്ട്. 22 കൊല്ലം. പല്ലശ്ശന പരമ്പരാമന്മാരാർ, പരിയാരത്ത് കുഞ്ചുമാരാർ, പല്ലാവൂർ അപ്പുമാരാർ, ചക്കംകുളം അപ്പുമാരാർ, രാമകണ്ഠത്ത് ഉണ്ണിമാരാർ. ഇവരുടെ കൂടെ 22 കൊല്ലം കൊട്ടിയന്റെ അനുഭവമാണ് എനിക്ക് 24 കൊല്ലം എലിഞ്ഞത്ര മേളം കൊട്ടാൻ സാധിക്കുന്നത്. മേളത്തിന് ഇടയിൽ പല സംഭവങ്ങളും നമുക്ക് ആന പിണങ്ങിയിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാം. ആനയ്ക്ക് കാലുവേദനയായിട്ട് ഒരു കൊല്ലം മേളം നിന്നുപോകും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായി. മഴ കാരണം തുടങ്ങാൻ വൈകിയ അത്തരം അനുഭവങ്ങളല്ലാതെ അനിഷ്ട സംഭവങ്ങളൊന്നും തൃശ്ശൂർ പൂരത്തിനും ഉണ്ടായിട്ടില്ല. അങ്ങേ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പൂരപ്രേമികളുണ്ട്, മേളപ്രേമികളുണ്ട്. കുട്ടന്മാരാരുടെ കൊട്ടാണോ എന്ന് അന്വേഷിച്ച് വരുന്ന ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് അങ്ങേ വീണ്ടും ഈ തൃശ്ശൂർ പൂരത്തിന്റെ വേദിയിലേക്ക് സംഘാടകരെ ക്ഷണിക്കുകയാണെങ്കിൽ അങ്ങ് വരുമോ? തീർച്ചയായിട്ടും. മേളക്കല്ല ഒരു സബരിയായിട്ട് നടക്കുന്ന ആളാണ്. കൊട്ടാൻ വിളിച്ചാൽ ക്ഷേത്ര സങ്കേതങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ അനുവർത്തിച്ചു വരുന്ന ജോലി ചെയ്യാൻ ആര് വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കണം. അതാണ് എൻ്റെ. അത് പറമേക്കാവ് ദേവസ്വം എന്നെ വിളിച്ചാലും തിരുവമ്പാടി ദേവസ്വം വിളിച്ചാലും മറ്റ് ദേവസ്വങ്ങൾ വിളിച്ചാലും ഞാൻ പോവാൻ ബാധ്യസ്ഥനാണ് കലാകാരൻ എന്നുള്ള നിലയ്ക്ക്. അവരുടെ ക്ഷണമുണ്ട്, അവരാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കണ്ടേ. അത് എൻ്റെ കടമയാണ്. പൂരത്തിലേക്കൊക്കെ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ചില രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ കടന്നു വരുന്നതിന് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അനുചിതമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു ടേക്ക്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും കലയെ പ്രോത്സാഹിപ്പിക്കുന്നു, കലാകാരനെ തിരിച്ചറിയുന്നു. പണ്ടത്തെക്കാൾ കൂടുതൽ ഇന്നത്തെ സമൂഹം കലാകാരനെയും കലയും തിരിച്ചറിയുന്നുണ്ട്, അംഗീകാരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഏത് വിധത്തിൽ ആര് ഭരണത്തിൽ വന്നാലും ഞങ്ങൾക്കൊന്നും യാതൊരു വക പ്രയാസം ഉണ്ടായിട്ടില്ല, ഇടപെടലുകളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ എത്ര തൃശ്ശൂർ പൂരങ്ങൾ ഉണ്ടായാലും അദ്ദേഹം അതിന്റെ ഭാഗമാണ്. ഒരു തൃശ്ശൂർക്കാരൻ, ഒരു കൊട്ടുകാരൻ, മേളപ്രമാണി എന്നൊക്കെയുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകാതിരിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിനും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. സുമിത് കുമാറിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 തൃശ്ശൂർ.